നമ്മുടെ ശ്വേതാ മേനോൻ മലയാളത്തിന്റെ പ്രിയങ്കരിയായ നായികയാണ് ശ്വേതാ മേനോൻ അല്ലെ. അപ്പൊ ശ്വേതാ മേനോന്റെ പേരില് ഏറ്റവും എനിക്കൊന്ന് ഈ സമീപകാലത്തുണ്ടായ ഏറ്റവും തമാശ നിറഞ്ഞ ഒരു 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 കോടതിയുടെ ഒരു ഇടപെടലാണ്. കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഏതോ ഒരു പ്രാദേശിക പത്രപ്രവർത്തകൻ, അയാൾ പേര് എന്തോ ഒരു മേനച്ചേരിയോ എന്തോന്നു പത്രപ്രവർത്തകനാണത്രേ ശ്വേതാ മേനോനെതിരെ കേസ് കൊടുത്തത്. അപ്പൊ എന്താ കേസ് കൊടുത്തതെന്ന് വെച്ചാൽ ശ്വേതാ മേനോൻ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു. ശ്വേതാ മേനോൻ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റികൾ മലയാളത്തിന്റെ പ്രിയങ്കരികളാണ്. സണ്ണി ലിയോണൊക്കെ കൊച്ചിയിലെങ്ങാണ്ട് വന്നപ്പോ ഒരുപക്ഷെ ഇവിടത്തെ ഏറ്റവും വലിയ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റികൾ, സിനിമാ താരങ്ങൾ വന്നാൽ പോലും ഇത്രയും ആൾക്കാർ വരുമായിരുന്നില്ല. പക്ഷെ സണ്ണി ലിയോണിനെ കാണാൻ വേണ്ടി ആളുകൾ വന്നു. കാരണം സണ്ണി ലിയോണിന്റെ നീലച്ചിത്രങ്ങൾ അത്രമേൽ, പക്ഷെ പുറത്തെല്ലാരും പറയും നീലച്ചിത്രം അല്ലെങ്കിൽ ഈ പോർണോഗ്രാഫി എന്നൊക്കെ പറയുമെങ്കിലും ഇതൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ മലയാളികൾ എന്ന് നമ്മളെല്ലാവരും അറിയുന്നതാണ്. പക്ഷെ ഈ പറഞ്ഞ ഒരു പാഷാണത്തിലെ കൃമി ഉണ്ടല്ലോ, ഇയാൾ പേരൊന്ന് നോക്കേ. സാമ്പത്തിക ലാഭത്തിനു വേണ്ടി സിനിമയിൽ അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചു എന്ന പരാതിയിൽ നടി ശ്വേതാ മേനോന്റെ പേരിൽ കേസെടുത്ത് പോലീസ് കേസെടുത്തതാണ് കേട്ടോ. തോപ്പുംപടി സ്വദേശി മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയിൽ തോപ്പുംപടി സ്വദേശിയായ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന ഒരു ചൊറിയമ്പുഴുവാണ്. ചിരിക്കാതെ എന്താ ചെയ്യാ, ശ്വേതാ മേനോനെതിരെ അശ്ലീല എന്താ പറയാ രംഗങ്ങളിൽ അഭിനയിച്ചു പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് അത്രേ. ഇയാൾ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോ പോലീസ് പറയുന്നതിൽ കേസ് കൊടുക്കാൻ പറ്റൂല. ഏത് സിനിമയാണെന്ന് അറിയാം, അതാണ് ഏറ്റവും വലിയ രസം. മലയാളികൾ മൊത്തം കാണുകയും പ്രശംസിക്കുകയും ചെയ്ത ഒന്ന് രതി നിർവേദം അറിയാലോ. നേരത്തെ ഭരതൻ രതി നിർവേദം, ജയഭാരതിയെയും കൃഷ്ണചന്ദ്രനെയും വെച്ച് രതി നിർവേദം ഒരുപക്ഷെ മലയാളത്തിലെ ഹിറ്റ് സിനിമകളിലൊന്നാണ് രതി നിർവേദം. 10-30 വർഷങ്ങൾക്ക് മുമ്പ്, 40 വർഷങ്ങൾക്ക് മുമ്പട്ടം നമ്മുടെ ഭരതൻ സംവിധാനം ചെയ്ത രതി നിർവേദം, അതിന്റെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്വേതാ മേനോനെ നായികയാക്കിക്കൊണ്ട് പിന്നീട് അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായി. ഒരുപാട് ആദ്യത്തെ ഭരതന്റെ രതി നിർവേദത്തിന്റെ അത്ര കലാമൂല്യം ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി ജനങ്ങളേറെ ഇഷ്ടപ്പെട്ട ചിത്രമായിരുന്നു ഈ പുതിയ രതി നിർവേദം. പിന്നെ കളിമണ്ണ് എന്ന് പറഞ്ഞ സിനിമ, അത് അത്രമാത്രം ആൾക്കാർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കളിമണ്ണ് പ്രധാന ഒരു എന്താ പറയാ ചർച്ചയായത് ശ്വേതാ മേനോൻ ഗർഭിണിയായ സമയത്ത് സിനിമയിൽ ശ്വേതയുടെ പ്രസവം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹൈപ്പ് ഉണ്ടാക്കിയ സിനിമയായിരുന്നു കളിമണ്ണ്. പിന്നീട് ഉള്ള ഒരു സിനിമയാണ് പാലേരി മാണിക്യം. മമ്മൂട്ടി നായകനായി അഭിനയിച്ച പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയിൽ ഇപ്പോൾ മനോഹരമായ രംഗണ്ടേ. ഈ മമ്മൂട്ടിയുടെ ആ കഥാപാത്രം ശ്വേതയുടെ കാലുയർത്തിയിട്ട് ശ്വേതയുടെ ആ അടിവയറ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയും അവളുടെ പൊക്കിളിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന ആ ഒരു മമ്മൂട്ടി ഉജ്ജ്വലമായി അഭിനയിച്ച സംഭവമാണ് കേട്ടോ. അതൊക്കെ ഈ ചൊറിയപ്പോഴും ഇതൊക്കെ അശ്ലീൽ എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിക്ക് എന്തെങ്കിലും കേസ് കേട്ടോ. അതായത് ഇതിന്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് സിനിമ സംവിധായകന്റെ കഥയാണ്. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ സംവിധായകൻ, അത് നിർമ്മിച്ച നിർമ്മാതാവും സംവിധായകനും ഇല്ലെങ്കിൽ പിന്നെ സിനിമ ഇല്ല. ഒരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് നിർമ്മാതാവാണ്. ഇത് നിർമ്മിക്കുന്ന ആളാണെങ്കിൽ പിന്നെ സിനിമ ഉണ്ടാവില്ലല്ലോ. സംവിധായകനും അഭിനേതാക്കളും പാട്ടുകാരും ഒക്കെ ഉണ്ടെങ്കിലും സിനിമ ഉണ്ടാവണമെങ്കിൽ ഇത് നിർമ്മിക്കാൻ ഒരാൾ വരണം. അപ്പൊ നിർമ്മാതാവ്, അപ്പൊ സിനിമയുടെ ഏറ്റവും പരമാധികാരി എന്ന് പറയുന്നത് ആ സിനിമ നിർമ്മിക്കുന്ന ആളാണ്. പിന്നെ ഇത് മൊത്തം കോർഡിനേറ്റ് ചെയ്ത് സംവിധാനം ചെയ്യുന്ന സംവിധായകൻ, ഇത് കഴിഞ്ഞിട്ട് ഇത് പകർത്തുന്ന ഫോട്ടോഗ്രാഫർ, സിനിമാറ്റോഗ്രാഫർ, പിന്നീട് ഇതിൽ അഭിനയിക്കുന്ന നടികളും നടന്മാരും, പിന്നെ അങ്ങനെ പോകുന്നു. ഇതില് ശ്വേത അശ്ലീല രംഗത്ത് അഭിനയിച്ചത്. ഈ അശ്ലീല രംഗം എഴുതിയുണ്ടാക്കിയ ആളെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ ആളെ കുറിച്ച് പരാതിയില്ല, ഇത് സംവിധാനം ചെയ്ത ആളെ കുറിച്ച് പരാതിയില്ല, ഈ സിനിമയെ കുറിച്ച് പരാതിയില്ല. മാത്രമല്ല ഇത് സെൻസർ ബോർഡ് ഓക്കെ ആക്കിയ, എനിക്ക് തോന്നുന്നു ഇതിൽ പല സിനിമകൾക്കും സർട്ടിഫിക്കറ്റ് പോലും ഇല്ലായിരുന്നു, എല്ലാവർക്കും കാണാൻ പറ്റിയ സിനിമയായിരുന്നു. അങ്ങനെ പിന്നെ മറ്റൊന്ന്, ശ്വേത പണ്ടൊരു കോണ്ടത്തിന്റെ പരസ്യത്തിൽ അഭിനയിച്ചിരുന്നു. നിങ്ങളിൽ പലർക്കും അത് ഓർമ്മയുണ്ടാവും. ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ പരസ്യമായിരുന്നു അത്. ഒരു മലയാളി പെൺകുട്ടി, അന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ ഏതാണ്ട് ഒരു ടീനേജ് പ്രായമായെന്ന് തോന്നുന്നു, ഒരു 10-20 വയസ്സ് പ്രായമുള്ള കാലത്ത്, ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് ശ്വേത
അന്ന് മോഡലായിട്ടാണ് ഒരു മോഡലിംഗ് രംഗത്തിലൂടെയാണ് ശ്വേത സിനിമയിലേക്ക് എത്തുന്നത്. അപ്പൊ അന്ന് ശ്വേതയെ പ്രശസ്തയാക്കിയത് അന്ന് ശ്വേത എനിക്ക് തോന്നുന്നു ബോംബെയിലായിരുന്നു അവരുടെ വിദ്യാഭ്യാസവും അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസവും മറ്റൊക്കെ ബോംബെയിലായിരുന്നു തോന്നുന്നു. അപ്പൊ അവിടെ വെച്ചിട്ടാണ് തോന്നുന്നു ഇവര് ഈ അന്ന് പ്രത്യേകിച്ചും ഈ കോണ്ടത്തിന്റെ ഒക്കെ പരസ്യങ്ങള് കോണ്ടമൊക്കെ അങ്ങനെ എന്താ പറയാ ഈ പ്രചാരത്തിൽ വരുന്ന ആ ഒരു കാലത്ത് കാമസൂത്ര എന്ന് പറയുന്ന അല്ലെങ്കിൽ കോണ്ടത്തിന് വളരെ വ്യത്യസ്തങ്ങളായ നിറങ്ങൾ, വ്യത്യസ്തങ്ങളായ മണങ്ങൾ, വ്യത്യസ്തങ്ങളായ അതിന്റെ ടെക്സ്ചർ, ഡോട്ടഡ് കോണ്ടം അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റഡ് കോണ്ടം, അങ്ങനെ കോണ്ടത്തിന്റെ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ കോണ്ടത്തിന്റെ ഒരു കൺസെപ്റ്റ് മാറ്റിയത്. സാധാരണ പണ്ടൊക്കെ ഈ നിരോധ് പോലുള്ള അല്ലെങ്കിൽ ഈ കോണ്ടം സർക്കാർ തന്നെ പുറത്തിറക്കുന്ന ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഗർഭനിരോധന ഉറ എന്നാണ് പറയുക, ഗർഭനിരോധന ഉറ. അപ്പം ഗർഭനിരോധന ഉറ എന്നുള്ള കൺസെപ്റ്റിന് പകരം ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ലൈംഗികത ആസ്വാദ്യകരമാക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള കോണ്ടങ്ങളും കൂടി പുറത്തിറക്കുന്നതിൽ ഏറ്റവും പ്രാമുഖ്യം വഹിച്ച, അതിനൊരു നേതൃത്വം വഹിച്ച അല്ലെങ്കിൽ ആദ്യമായി തുടങ്ങി വെച്ചതിന്റെ പയനീർ ആയിരുന്നു നമ്മുടെ ഈ കാമസൂത്ര കോണ്ടം എന്ന് പറയുന്നത്. ഇതിന്റെ മോഡലായിരുന്നു ശ്വേത. അതിഗംഭീരമായി ശ്വേത അതില് പോസ് ചെയ്തിരുന്നു. പണ്ടത്തെ ഇലസ്ട്രേറ്റഡ് വീക്കിലൊക്കെ കണ്ടവർക്ക് അറിയാം, അതിലൊക്കെ ഫുൾ പേജ് പരസ്യങ്ങൾ അല്ലെങ്കിൽ ആ കാലത്തെ ഡബാനിയർ അങ്ങനത്തെ അശ്ലീലമാസിക ഒന്നും പറഞ്ഞു കേട്ടോ, ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ മാഗസിനുകളിലൊക്കെ ഈ ചിത്രങ്ങളൊക്കെ അച്ചടിച്ചു വിടുന്നത്. അതായത് നിങ്ങൾ ആലോചിക്കണം, 40 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ്, 30-40 ഇടയിലുള്ള വർഷങ്ങൾക്ക് മുമ്പ് ശ്വേത അഭിനയിച്ച ആ ഒരു പരസ്യ ചിത്രം അക്കാലത്ത് ആർക്കൊരു പ്രശ്നമായിരുന്നില്ല. നോക്കണോ, അന്നത്തെ കാലത്ത് 30-35 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ആർക്കും, ഇവിടുത്തെ ഒരു ജനത്തിനും ഇത് അശ്ലീലതയാണ് എന്നൊക്കെ ഇന്നത്തെ പോലെ ശ്വേതക്കെതിരെ ഒരാളും ശബ്ദമുയർത്തിയിരുന്നില്ല. എല്ലാവരും അംഗീകരിച്ചു, ആസ്വദിച്ചു, ഒരു പരിധി വരെ ആസ്വദിച്ചു. അങ്ങനെയും നമുക്ക് വേണം പറയാം. ഇപ്പൊ ഈ മേനാച്ചേരി എന്ന് പറയുന്ന ചൊറിയം പുഴു കേസ് കൊടുത്തിരിക്കുകയാണ്. അതായത് അന്നത്തെ ആ പരസ്യ ചിത്രത്തിൽ അഭിനയിച്ച് ശ്വേത പൈസ ഉണ്ടാക്കി, പിന്നെ ഈ കളിമണ്ണ് എന്ന് പറയുന്ന ചിത്രത്തിൽ അഭിനയിച്ചു, പിന്നെ പാലേരി മാണിക്യത്തിൽ അഭിനയിച്ചു, രതിനിർഭയത്തിലൊക്കെ അഭിനയിച്ചു. ഇവരെ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചു കണ്ട് പൈസ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഇവർക്കെതിരെ നടപടി എടുക്കണം. ഇവിടെ എനിക്ക് ചിരി വരുന്നത് വേറെ കുറെ പോർണോ ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന മലയാളി നീള നമ്പ്യാർ, പിന്നെ എന്താണ് നമ്മുടെ വേറൊരു കഥാപാത്രം ഉണ്ടല്ലോ, പണ്ട് ഒരു ചുംബന സമരത്തിലൊക്കെ പങ്കെടുത്ത, അങ്ങനെ പേരുകൾ പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ മലയാളികൾ ഇഷ്ടം പോലെ ഇവിടെ കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിലാണ് ശ്വേതയാണ് അശ്ലീല സിനിമകളിലെ ഒരു മുഖം എന്നുള്ള രീതിയിലാണ് ഈ കേസ് വന്നത്. ഇപ്പൊ ഏറ്റവും പുതിയ വാർത്ത ഇപ്പം ടിവിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ശ്വേത ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. FIR പിൻവലിക്കണം എന്ന് പറയുന്നത്. ഈ FIR റദ്ദ് ചെയ്യണം, തനിക്കെതിരെയുള്ള FIR റദ്ദ് ചെയ്യണം. പോലീസ് പറയുന്നത് ഇത് പ്രത്യേകിച്ച് കേസ് എടുക്കാൻ പറ്റുന്നത്, ഇങ്ങനെ കേസ് എടുക്കണം, ആർക്കൊക്കെതിരെ കേസ് എടുക്കേണ്ടി വരും. മലയാള സിനിമയിലെ മുഴുവൻ താരങ്ങൾക്കെതിരെ കേസ് എടുക്കേണ്ടി വരും. മലയാള സിനിമയിലെ മുഴുവൻ സംവിധായകർക്കെതിരെ, നടന്മാർക്കെതിരെ, മമ്മൂട്ടിക്കും മോഹൻലാലിനൊക്കെ എതിരെ കേസ് എടുക്കേണ്ടി വരും. ആ വാർത്ത ഇങ്ങനെയാണ്, ഞാൻ അതിന്റെ തുടക്കം വായിച്ചു നേരത്തെ. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി സിനിമയിൽ അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചു എന്ന പരാതിയിൽ നടി ശ്വേത മേനോന്റെ പേരിൽ കേസെടുത്ത് പോലീസ്. തോപ്പുംപടി സ്വദേശി മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയിൽ എറണാകുളം CJM കോടതി നിർദ്ദേശത്തെ തുടർന്ന് എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. അതേസമയം സെൻസർ ബോർഡ് അംഗീകരിച്ച മുഖ്യധാര സിനിമകളിലെ അഭിനയത്തിന്റെ പേരിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. നഗ്നത പ്രദർശിപ്പിച്ച് അഭിനയിച്ചു എന്നും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് വരുമാനം നേടിയെന്നും FIR-ൽ പറയുന്നു. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കേസെടുത്തത് എന്നും അന്വേഷണം നടത്തുമെന്നും സെൻട്രൽ SP സിബി ടോം പറഞ്ഞു. താരസംഘടനയായ അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ശ്വേത അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. ആ ലാസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞതാണ് ഇത്തരമൊരു കേസിന് ആധാരമായ സംഭവം എന്ന് പറയുന്നത്. ശ്വേത അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താരസംഘടനയായ AMMA, അതായത് അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന താരസംഘടനയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് ശ്വേത മത്സരിക്കുകയാണ്. നേരത്തെ അറിയാലോ, മോഹൻലാലായിരുന്നു, ഇന്നസെന്റും മോഹൻലാലും ഇടവേള ബാബു ഒക്കെ ആയിരുന്നു കുറെ കാലം ഈ താരസംഘടനയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. അവര് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അമ്മക്കെതിരായി ഉയർന്ന ഒരുപാട് പരാതികള്, ലൈംഗിക പീഡനം നടത്തുന്നവർക്ക് ഇവര് സംരക്ഷണം നൽകി, അല്ലെങ്കിൽ ഇരകൾക്ക് എതിരെ നിന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം മോഹൻലാൽ അങ്ങനെ ആ സ്ഥാനം രാജിവെച്ചു പോയി.
ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പില് ശ്വേതയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ശ്വേതക്കെതിരെ മത്സരിച്ച പല ആൾക്കാരും അവരുടെ എന്താ പറയാ നോമിനേഷൻ പിൻവലിക്കുകയൊക്കെ ഉണ്ടായി. മിക്കവാറും ശ്വേത പ്രസിഡന്റ് ആവാൻ വേണ്ടി പോകുന്നു. അപ്പൊ ശ്വേതയെ അതിനു മുമ്പ് ഒരു ലൈംഗിക അപവാദ കേസിൽ എന്താ പറയാ ഉൾപ്പെടുത്തി ഇത് അട്ടിമറിക്കണം എന്ന് പറഞ്ഞാൽ ശ്വേതയെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരരുത്. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു കരുനീക്കങ്ങൾ മലപാർവതിയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ പണ്ട് പറയുന്നതല്ലോ. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്, വ്യത്യസ്തങ്ങളായ പവർ ഗ്രൂപ്പ് ഉണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഈ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണിത്. കാരണം അമ്മയുടെ തലപ്പത്തേക്ക് ഒരിക്കലും ശ്വേത വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് സിനിമയിലുണ്ട്. ശ്വേത വന്നു കഴിഞ്ഞാൽ ഇവരുടെ തോന്നിയാസങ്ങളൊന്നും നടക്കില്ല. അപ്പൊ ശ്വേതയെ എങ്ങനെ കരിവാരിത്തേക്കാം? അപ്പോഴാണ് ആലോചിച്ചപ്പോ ശ്വേത പണ്ട് ഈ സിനിമയിലൊക്കെ ഇത്തിരി ഇതൊന്നും ഇപ്പോഴത്തെ ജനറേഷൻ ഇതൊക്കെ എന്ത് ശ്വേതയുടെ നഗ്നത അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങളൊക്കെ എന്ത് ദൃശ്യം, ഇതിനേക്കാൾക്ക് ഇഷ്ടംപോലെ ദൃശ്യങ്ങൾ അവർക്ക് ഫ്രീ ആയി കാണാൻ പറ്റാവുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ഇപ്പൊ ആരെങ്കിലും ശ്വേതയുടെ ലൈംഗിക ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ട് ശ്വേതയുടെ സിനിമകളോ അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ചും കളിമണ്ണ് പോലുള്ള അല്ലെങ്കിൽ രതിനിർവേദം പോലുള്ള അല്ലെങ്കിൽ പാലേരി മാണിക്യം പോലുള്ള സിനിമകളൊക്കെ ആരെങ്കിലും അശ്ലീലം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കാണും. എന്നിട്ട് പറയുന്നു, കേസ് മുഖ്യധാരാ സിനിമകളിലെ ദൃശ്യങ്ങളുടെ പേരിൽ പരാതിയിൽ പരാമർശിക്കുന്ന സിനിമകൾ ഒന്നുകൂടി ഞാൻ വായിക്കാം. രതിനിർവേദം, പാലേരി മാണിക്യം, കളിമണ്ണ് തുടങ്ങിയ സിനിമകളിലെ രംഗങ്ങളും അഭിനയിച്ച പരസ്യത്തെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പരസ്യത്തിന്റെ പേരൊന്നും ഇതിൽ പറയുന്നില്ല. കാമസൂത്ര പരസ്യം. അതാണ് ശ്വേതയെ ഒരുപക്ഷെ ശ്വേതയുടെ കാരിയറിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടാക്കിയത് തീർച്ചയായും ആ പരസ്യം തന്നെ ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് മാതൃഭൂമിയുടെ ഈ ഒന്നാം പേജ്. പലപ്പോഴും മാതൃഭൂമിയുടെ ഒന്നാം പേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാന വാർത്തകൾ ഒരുപാട് വാർത്തകൾ മറ്റ് പത്രങ്ങൾ ഒന്നാം പേജിൽ ഒരു 5 or 6 വാർത്തകൾ മാത്രം കൊടുക്കുമ്പോൾ ഒരു 10 or 20 വാർത്തകളോളം മാതൃഭൂമി കുത്തിക്കയറ്റി ഒന്നാം പേജിൽ വെക്കാറുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് അറിയാൻ കഴിയും എന്നൊരു പ്രത്യേകത മാതൃഭൂമി പത്രത്തിലുണ്ട്.